നടത്തുന്ന കലാകായിക മത്സരങ്ങൾ, ചെസ് മത്സരം, ഫുട്ബോൾ മത്സരം, മാധ്യമ സെമിനാർ, ഇങ്ങനെ പല പരിപാടികൾ ഒന്നായിട്ടാണ് ഈ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നിങ്ങൾ ഏവരും അറിയുന്നത് പോലെ ഒരു സ്വതന്ത്ര യുവജന സംഘടനയാണ്. 1980 രൂപം കൊണ്ട് ഈ സംഘടന 2010 എത്തി നിൽക്കുമ്പോൾ ഏവരും അംഗീകരിക്കുന്ന രാജ്യത്തെ ഏറ്റവും അധികം മെമ്പർഷിപ്പുള്ള യുവജന സംഘടനയായി മാറിയത് സമര സംഘടനാ പ്രവർത്തനങ്ങൾക്കൊപ്പം ഇതുപോലുള്ള യുവജനങ്ങളുടെ അഭിരുചിക്കനുസൃതമായി കലാകായിക മത്സരങ്ങളിലെ ഇടപെടലുകളാണ്. തീർച്ചയായും മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒന്ന്, ഫുട്ബോൾ മത്സരത്തെ പൊതുവെ അവഗണനകൾ നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ഇതുപോലുള്ള ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത്. ക്രിക്കറ്റ് മത്സരത്തിന് വ്യക്തിപരമായും അല്ലാതെ സംഘടനാപരമായും നമ്മൾ ആരും എതിരല്ല. എന്നാൽ ക്രിക്കറ്റ് മത്സരത്തെ പണമുണ്ടാക്കാനുള്ള ഊഹക്കച്ചവടത്തിന് വേണ്ടി സൗകര്യമൊരുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ രാജ്യത്ത് നിലകൊള്ളുന്ന വേളയിലാണ് കോടികൾക്ക് വേണ്ടി ലേലം വിളിച്ച് അതിലൂടെ നാടിനൊരു ഗുണവുമില്ലാതെ പണം ഉള്ളവൻ കൂടുതൽ പണക്കാരനാകുന്ന കൊഴുക്കുന്ന ഒരു സംസ്കാരം നാട്ടിൽ ബോധപൂർവം കൊണ്ടുവരുമ്പോൾ ഫുട്ബോൾ മത്സരത്തെ ബോധപൂർവം അവഗണിച്ച് ഫുട്ബോൾ മത്സരത്തിന് അർഹമായ പരിഗണനകൾ ലഭിക്കാതെ ഫുട്ബോൾ മത്സരത്തെ തള്ളിയിടുന്ന ഒരു കാലഘട്ടത്തിലാണ് മലയാളിയുടെ പ്രിയപ്പെട്ട മത്സരമായ ഫുട്ബോളിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഡിവൈഎഫ്ഐയുടെ ഇവിടുത്തെ പ്രവർത്തകർ ഇത്തരത്തിലൊരു മത്സരം നടത്തിയിട്ടുള്ളത്. ഇതിന് രാഷ്ട്രീയമില്ല. വിവിധ സംഘടനകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള മത്സരമാണ്. ദയവ് ചെയ്ത് ഇതിനെ രാഷ്ട്രീയമായി കാണാതെ ഇത് നാടിന്റെ ഒരു മുന്നേറ്റമായി അവഗണിക്കപ്പെടുന്ന ഫുട്ബോളിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സംരംഭമായി ഡിവൈഎഫ്ഐയുടെ ഇടപെടലിനെ നിങ്ങളേവരും കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഈ ടൂർണമെന്റിനകത്ത് പങ്കെടുത്തവർക്കും ഒക്കെ തന്നെ ഊഷ്മളമായി ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിലും മറ്റ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ മനസ്സുകളുടെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മാനദാന പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദനം. ഈ ടൂർണമെന്റിനോടനുബന്ധിച്ച് ഇവിടെ ഒരു സമ്മാന കൂപ്പൺ പരിപാടി നടന്നിരുന്നു. സമ്മാന കൂപ്പന്റെ നറുക്കെടുപ്പ് ഇവിടെ നടക്കുകയാണ്. ഈ നറുക്കെടുപ്പിലേക്ക് നിങ്ങളെവരെയും ക്ഷണിക്കുന്നു. ഒന്നും പത്തെണ്ണം എടുക്കാൻ പറ്റില്ലല്ലോ. സമ്മാനാർഹമായത് കൂപ്പൺ നമ്പർ 238 ജിതുൽലാൽ 238 ജിതുൽലാൽ. സമ്മാനദാന ചടങ്ങിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ടൂർണമെന്റിലെ ആദ്യത്തെ സമ്മാനമായി നൽകുന്നത് ഫൈനലിലെ ആദ്യ ഗോളിലുള്ള പുരസ്കാരമാണ്. ഫൈനലിലെ ആദ്യ ഗോളിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഗ്രീൻ സ്റ്റാർ മുർക്കാടിന്റെ സമത്. ട്രോഫി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തത് അച്ചു ബിച്ചു പൂഞ്ഞാമുല. മിസ്റ്റർ സാലസ്. ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗ്രീൻ സ്റ്റാർ മൂർക്കനാടിന്റെ സമത്. ഈ ട്രോഫി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അരാമ ബേക്കറി പന്തീരങ്കാവ്. ബെസ്റ്റ് ബാക്ക് ഓഫ് ദി ടൂർണമെന്റ് ഗ്രീൻ സ്റ്റാർ മൂർക്കനാടിന്റെ സൽമാൻ. ഈ ട്രോഫി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നു ഡിവൈഎഫ്ഐ തിരുത്തമൽപ്പാലം. ഈ ടൂർണമെന്റിലെ ഫെയർ പ്ലേ അവാർഡിന് അർഹമായിരിക്കുന്നത് ചാലഞ്ച് കുഞ്ഞാമൂല. ചാലഞ്ച് കുഞ്ഞാമൂലയുടെ ക്യാപ്റ്റനെ ഈ അവസരത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നു.
ഈ ട്രോഫി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നു ചോയ്സ് ഫാബ്രിക്സ് പന്തീരങ്കാവ്. ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സോക്കർ ചെറുവന്നൂരിന്റെ പ്രത്യുഷ്. സോക്കർ ചെറുവന്നൂരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ട്രോഫി ഏറ്റുവാങ്ങണമെന്ന് ക്ഷണിക്കുന്നു. ഈ ട്രോഫി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലൈക്ക സ്റ്റുഡിയോ പന്തീരങ്കാവ്. ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ദ ടൂർണമെന്റ് സുരാജ് ചാലഞ്ച് കുഞ്ഞാമുല. ബെസ്റ്റ് ഗോൾ കീപ്പർ സുരാജ്. ഈ ട്രോഫി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തത് മാക്സ്വെൽ ഇലക്ട്രിക്കൽ പന്തീരങ്കാവ്. ഫൈനലിലെ വാശിയേറിയ മത്സരത്തിൽ ഗ്രീൻ സ്റ്റാർ മൂർഖനാഥ് ചീറബിൾ മൂർഖനാഥിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായി സമർപ്പിക്കാനുള്ളത് റണ്ണർ ട്രോഫിയാണ്. റണ്ണേഴ്സ് ട്രോഫി സ്വീകരിക്കുന്നതിന് വേണ്ടി ചീറബിൾ മൂർഖനാഥിന്റെ ക്യാപ്റ്റനെ സാക്ഷം സ്വാഗതം ചെയ്യുന്നു. ദാന ബേക്കറിയിൽ നൽകുന്ന ട്രോഫിയിൽ 2500 രൂപയും അടുത്തതായി വിന്നേഴ്സ് ട്രോഫി. വിന്നേഴ്സ് ഓഫ് ദ ടൂർണമെന്റ് to the Green Star Moorkhanath.